ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജിറ്റ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. ഒരു പുതിയ ഫോൺ കൂടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ അവസരത്തിൽ 10,000 രൂപ റേഞ്ചിലുള്ള ഫോണൊക്കെ ഒരുപാട് പേര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സുകളാണ് ഒരുപാട് ഏരിയകളിലും സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യകത എല്ലാവർക്കും വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 10,000 രൂപയ്ക്ക് എടുക്കാവുന്ന ഒരു ചെറിയൊരു സ്മാർട്ട് ഫോൺ ഓപ്പോ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതെങ്ങനെയുണ്ട്, ആ ഒരു പ്രൈസിന് അത് എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓപ്പോയുടെ A12 എന്ന ഫോണാണ് അവർ ഇപ്പോൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ വേറെ സ്ഥലങ്ങളിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇത് ഇന്ത്യയിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫോൺ ഒരു 10,000 രൂപ റേഞ്ചിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 3GB RAM 32GB സ്റ്റോറേജിന് 10,000 രൂപയാണ് അവർ പ്രൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഷോപ്പുകളിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ ഒരു ഫോണിനുള്ളത്. ഇതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു HD TFT ഡിസ്പ്ലേ ആണ്. വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പറയാനില്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പാണ്. അതിൻ്റെ ഒപ്പം തന്നെ റിയർ ഡിസൈനൊക്കെ കാണാം. ഈ ലോ ബഡ്ജറ്റ് ഫോണുകളുടെ സാധാരണ കണ്ടുവരുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. ഡുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ റിയർ സൈഡിൽ കാണാം. മെയിൻ ക്യാമറ 13 MP, ഒരു ഡെപ്ത് സെൻസർ, ഫ്രണ്ടിൽ ഒരു 5 MP സെൽഫി ക്യാമറ. അപ്പോൾ ഈ രീതിയിലുള്ളൊരു സെറ്റപ്പാണ് ഈ ഒരു ഫോണിനകത്ത്. പറയത്തക്ക എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഇതിനകത്ത് റിയർ മൗണ്ടോട് ഫിംഗർ പ്രിന്റ് സെൻസറും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നോർമലി ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണ്. 10,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്ങും വരുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് നമുക്ക് ഒരു 10,000 രൂപ എന്നല്ല, ഒരു 7,000 8,000 റേഞ്ചിലൊക്കെ കാണുന്ന പല ഫോണുകളുടെ ഒരു ലുക്ക് മാത്രമാണ് ഈ ഒരു ഫോണിനുള്ളൂ. റെഡ്മിയുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പോയുടെ ഫോണുകൾ നോക്കിയാൽ ആ കൂട്ടത്തിലെ ഒരു ഫോണിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു അപ്ഡേഷൻ കൂടി എന്ന് മാത്രമേ പറയാനുള്ളൂ. റിയൽമിയായിട്ട് കമ്പയർ ചെയ്താൽ ഇതിനേക്കാളൊക്കെ എത്രയോ നല്ല ഫോണുകൾ റെഡ്മിയിലൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി ലുക്കിലൊക്കെ കിട്ടാനുണ്ട്. റിയൽമി ആണെങ്കിൽ മീഡിയാടെക് G70 ഒക്കെ വെച്ചിട്ടുള്ള റെഡ്മിയുടെ നാർസോ 10A ഒക്കെ നമുക്ക് ഇതിനേക്കാൾ ഫാർ ബെറ്ററായ പെർഫോമൻസ് തരുന്ന നല്ല ഫോണുകളാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും അതാണ് ബെറ്റർ, ഇത് ബെറ്റർ അല്ല. എന്തായാലും വാല്യൂ ഫോർ മണിയും അല്ല. പക്ഷേ ഓഫ്ലൈനിൽ ഇപ്പോൾ നമുക്ക് ഓൺലൈനിലായാലും ഇപ്പോൾ ഈ പറഞ്ഞ ഫോണൊന്നും കിട്ടാനുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഓഫ്ലൈനിൽ ഇപ്പോൾ നമുക്ക് നിവൃത്തിയില്ലാതെ ഒരു ഫോൺ എടുക്കാൻ പോകണം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ ഷോപ്പിൽ പോയിട്ട് എടുക്കാവുന്ന ഒരു ഫോണാണ്. അതൊരു നോർമൽ യൂസിന്. കാരണം മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്ന് പറയുന്ന പ്രോസറാണ്. വലിയൊരു പെർഫോമൻസ് ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മിനിമം ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഒരു നോർമൽ ഗെയിമിംഗ് അല്ല നമ്മുടെ ഉദ്ദേശമെങ്കിൽ പോലും ചെറിയൊരു പെർഫോമൻസ് നോർമലായിട്ടുള്ള യൂസിന് പറ്റിയ ഒരു ഫോൺ മാത്രമായിരിക്കും ഈ ഒരു ഓപ്പോയുടെ A12 എന്ന് പറയുന്ന ഫോൺ. ഇതിനകത്ത് മറ്റൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്, 4GB RAM 64GB, പക്ഷേ അതിന് 11,500 വില വരുന്നത്. ഇതാകുമ്പോൾ 10,000 രൂപയാണ്. 3GB RAM 32GB സ്റ്റോറേജിന്. ആൻഡ്രോയിഡ് 9 ബേസ്ഡ് ആണ്, ആൻഡ്രോയിഡ് 10 ഒന്നും അല്ല. അതായത് ലേറ്റസ്റ്റ് വെർഷൻ OS-ആയിട്ടല്ല ഈ ഫോൺ വരുന്നത്. അതുകൂടി ആലോചിക്കുക. കാരണം മറ്റു അനേകം ഫോണുകളും ഇപ്പോൾ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതായത് വരുന്ന ഫോണുകളൊക്കെ അപ്ഡേറ്റ് ആയിരിക്കണം. കൂടുതൽ സെക്യൂരിറ്റി കോൺസെൻട്രേഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഫോണിലേക്ക് നോക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഇത് ഔട്ട്ഡേറ്റഡ് ആണ് ഓൾറെഡി. ഇനി വരാൻ പോകുന്നത് ആൻഡ്രോയിഡ് 11 ആണ്. അപ്പോൾ ഓൾറെഡി ആൻഡ്രോയിഡ് 11 ടീസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ആൻഡ്രോയിഡ് 10 ബാക്ക്, അതിനേക്കാൾ ബാക്കിൽ ആൻഡ്രോയിഡ് 9 ഒരു ഫോൺ എടുക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിപരമായിരിക്കില്ല. അപ്പോൾ ഈ ഫോൺ സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് 9 ആണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്ഡേഷൻ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ഫോൺ അല്ല എന്നുള്ളതും കൂടി മൈൻഡിലൊന്ന് കീപ്പ് ചെയ്യാം. ഒരു നോർമൽ യൂസിന് പറ്റിയ ഒരു നോർമൽ ഫോൺ മാത്രമാണ്. പെർഫോമൻസ് വൈസ് ക്യാമറയും നോർമൽ തന്നെയാണ് കാണുന്നത്. ഡിസൈനും വെറുപ്പക്ക ഒരു നോർമൽ ഡിസൈൻ മാത്രമാണ്. എക്സൈറ്റിംഗ് ആയ ട്രെൻഡി ആയ ഒരു ലുക്കെന്നൊന്നും പറയാനില്ല. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 4230 mAh ആണ്. ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നോർമലായ ഒരു 4230 mAh TFT ഡിസ്പ്ലേ ആണ്, HD ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി സഫീഷ്യൻ്റ് ആയിരിക്കും. P35 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസറുമാണ്. ആ ഒരു ഡിസ്പ്ലേക്കും പ്രോസറിൻ്റെയും കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു നോർമൽ ആയ ഒരു ബാറ്ററി ലൈഫ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് കിട്ടാനുള്ള ബാറ്ററി കപ്പാസിറ്റിയും ഈ ഒരു ഫോണിൽ കാണുന്നുണ്ട്. സോ ഓവറോൾ ഈ ഒരു ഫോൺ ജസ്റ്റ് ഒരു നോർമൽ ഫോൺ, വേറെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം പിക്ക് ചെയ്യാവുന്ന ഒരു ഫോണായിട്ടാണ് ഞാൻ പറയുള്ളൂ. കാരണം മെയിനായിട്ടും ഇത് ആൻഡ്രോയിഡ് 9 ഇപ്പോഴിവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് തന്നെയാണ് മെയിൻ കാരണം. പിന്നെ ബാക്കി എല്ലാ കാരണം കൊണ്ടും ഇതിനേക്കാൾ ബെറ്ററായ അനേകം ഫോണുകൾ കിട്ടാനുണ്ടെന്നുള്ളതും ഇത് ഒഴിവാക്കിക്കോളൂ എന്ന് ഞാൻ പറയുന്നതിൻ്റെ രണ്ടാമതൊരു കാരണമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം, കിട്ടാനില്ല. അതുകൊണ്ട് നിവൃത്തിയില്ലെങ്കിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, സിറ്റുവേഷനൊക്കെ അറിയാം, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ആർക്കും തന്നെ പ്രൊഡക്റ്റുകൾ എവിടെയും തന്നെ കിട്ടാനില്ല. ഷോപ്പുകളിൽ വിളിച്ചു ചോദിച്ചാലും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ബഡ്ജറ്റിൽ 10,000 രൂപ ബഡ്ജറ്റുള്ള ഫോണുകളാണ് തീരെ ഇല്ലാത്തത്. അതുകൊണ്ട് നിവൃത്തിയില്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എടുക്കുക. എടുത്തതിന് ശേഷം പിന്നീട് വിഷമിക്കേണ്ട ഒരവസ്ഥ വരണ്ട. അറിഞ്ഞുകൊണ്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ എടുക്കാൻ നോക്കുമ്പോൾ ജൂൺ 10 തൊട്ടാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആമസോണിൽ. അതായത് അവരുടെ ഓപ്പോയുടെ സൈറ്റിൽ നമ്മൾ ബൈ ഓപ്ഷൻ കൊടുത്ത ആമസോണിലേക്കാണ് എത്തുന്നത്. പക്ഷേ കറൻ്റ്ലി അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അത് ഈ കൊറോണ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കണം. ഷോപ്പുകളിലും പ്രൊഡക്റ്റിലും ഞാൻ വിളിച്ചു നോക്കി, ജൂൺ 10 പറഞ്ഞതേ ഉള്ളൂ. എവിടെയും പ്രോഡക്റ്റ് അവൈലബിൾ അല്ല. പക്ഷേ താമസിയാതെ അവൈലബിൾ ആവുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഷോപ്പുകളിലൊക്കെ ചിലപ്പോൾ താമസിയാതെ എത്താനുള്ള സാധ്യതയുണ്ട്. അത് ഈ പറയുന്ന ലോക്ക്ഡൗണിൻ്റെ ഒക്കെ ഒരു സാഹചര്യം അനുസരിച്ചിരിക്കും.
എന്തായാലും വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതറിയുക. അതിൻ്റെ ഒപ്പം അതിന് കുറച്ച് ഓഫറൊക്കെ ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡ കാർഡിലൊക്കെ ആണെങ്കിൽ 5% ക്യാഷ് ബാക്കോ ഡിസ്കൗണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. EMI ഓപ്ഷനുകളും അവൈലബിൾ ആണ്. നോ കോസ്റ്റ് EMI ഒക്കെ അവൈലബിൾ ആണ്. ഞാനത് സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്. അത് എടുത്ത് പറയുന്നത് ഒരുപാട് പേര് EMI ഒക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ ഫോണിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ EMI ഓപ്ഷനൊക്കെ നോ കോസ്റ്റ് EMI ഓപ്ഷനൊക്കെ ബജാജ് കാർഡുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ഒരു ബിലോ ആവറേജ് ഫോണാണ് ഓപ്പോ A12. നിവൃത്തിയില്ലെങ്കിൽ എടുക്കാം. എൻ്റെ ഒപ്പീനിയൻ അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.